നമസ്കാരം, ഞാൻ രഹല കൃഷ്ണ. ലോക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. കൊടും പട്ടിണിയിലും പോഷകക്കുറവിലുമായ കുട്ടി പാറ്റയെ വരെ തിന്നാനും മൂത്രം കുടിക്കാനും നിർബന്ധിക്കപ്പെടുന്നു. അവളെ സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കുകയും സ്വകാര്യ ഭാഗത്ത് പലതും അടിച്ചു കയറ്റുകയും ചെയ്യുന്നു. എണ്ണമില്ലാത്ത കൊടും മർദ്ദനം. മുഖം പിടിച്ച് കോൺക്രീറ്റ് തറയിൽ ഇടിക്കുന്നു. കൈകളിൽ തറയിൽ വെച്ച് ഞെരിക്കുന്നു. ഉദരങ്ങളിൽ കെട്ടിത്തൂക്കി പഞ്ചിങ് ബാഗാക്കി ഇടിച്ച് രസിക്കുന്നു. മൂക്ക് രക്തം നിറഞ്ഞ് അടഞ്ഞുപോയതിനാൽ വാ തുറന്നു പിടിച്ച് ശ്വാസമെടുക്കേണ്ടി വന്നു. ഡംബലുകൾ വയറിന് മുകളിലേക്ക് വലിച്ചെറിയുന്നു. ഛർദ്ദിച്ചവശയായ അവൾ ഒരിറ്റു വെള്ളം കുടിക്കാൻ ശ്രമിക്കുമ്പോൾ തകർന്ന ആമാശയം അത് അനുവദിക്കുന്നില്ല. രക്ഷപ്പെടാൻ അവൾ നടത്തിയ ശ്രമത്തിന് സിഗരറ്റ് കൊണ്ടുള്ള പൊള്ളിക്കലും കാലുകളിലും പാദങ്ങളിലും പെട്രോൾ പോലൊന്നൊഴിച്ച് തീ കൊളുത്തലുമായിരുന്നു ലഭിച്ച ശിക്ഷ. ചൂട് മെഴുക് മുഖത്തൊഴിക്കുന്നു. കൺപോളകൾ സിഗരറ്റ് കൊണ്ട് ചുടുന്നു. മാറിലാകെ സൂചികൾ കുത്തിക്കയറ്റുകയും പ്ലെയർ കൊണ്ട് ഞെരിച്ച് മുറിച്ചെടുക്കുന്നു. ഗുരുതരമായ പരിക്കുകൾ കാരണം മുകളിൽ നിന്നും കോണിയിലൂടെ ഇഴഞ്ഞു വന്ന് താഴെയുള്ള കക്കൂസിലെത്താൻ അവൾ ഒരു മണിക്കൂർ എടുത്തു. ചെവിയുടെ പാട തകർക്കപ്പെട്ടിരുന്നു. തലച്ചോർ ഉള്ളിൽ നിന്നും ചുരുങ്ങി തുടങ്ങിയിരുന്നു. 1971 ജനുവരി 18 ജനിച്ച ഫുറൂട്ട സൈദാമ പ്രീഫെക്ചറിലെ മിസോറ്റയിലാണ് വളർന്നത്. അവിടെ അവൾ മാതാപിതാക്കൾ, മൂത്ത സഹോദരൻ, ഇളയ സഹോദരൻ എന്നിവരോടൊപ്പം താമസിച്ചു. കൊലപാതകം നടക്കുമ്പോൾ അവൾ യാഷിയോ മിനാമി ഹൈസ്കൂളിൽ 17 വയസ്സുള്ള സീനിയർ വിദ്യാർത്ഥിനിയായിരുന്നു. 1988 ഒക്ടോബർ മുതൽ ഒരു പ്ലാസ്റ്റിക് മോൾഡിംഗ് ഫാക്ടറിയിൽ പാർട്ട് ടൈം ജോലി ചെയ്തു. ആസൂത്രിതമായ ബിരുദദാന യാത്രയ്ക്കുള്ള പണം ലഭിക്കാൻ ഫുറൂട്ട ഒരു ഇലക്ട്രോണിക്സ് റീറ്റെയിലറിൽ ജോലി സ്വീകരിച്ചു. അവിടെ ബിരുദാനന്തരം ജോലി ചെയ്യാൻ അവൾ തീരുമാനിച്ചു. ഉയർന്ന ഗ്രേഡുകളും അപൂർവമായ അഭാവവും ഉള്ളതിനാൽ ഫുറൂട്ടയെ സഹപാഠികളും അധ്യാപകരും നന്നായി ഇഷ്ടപ്പെട്ടു. അവളുടെ സുഹൃത്തുക്കൾ പറയുന്നതനുസരിച്ച് അവൾ ഒരു ഐഡൽ ഗായികയാകാൻ സ്വപ്നം കണ്ടു. കൊലപാതകം നടത്തിയവർ 4 കൗമാരക്കാരായിരുന്നു. ഹിരോഷി മിയാനോ ഹിരോഷി, ജോ ഒഗുര, ഒഗുറ ജോ, ഷിൻജി മിനറ്റോ, യസൂഷി വാഡനാബെ യസൂഷി എന്നിവരെ കോടതി രേഖകളിൽ യഥാക്രമം AB, CD എന്നിങ്ങനെ പരാമർശിച്ചു. ഡെറ്റ്സുവോ നക്കാമുറ, കൊയിച്ചി ഇഹാര എന്നിവരെ EF എന്നിങ്ങനെ പരാമർശിച്ചു. 1988 വേനൽക്കാലത്ത് 4 പ്രധാന കുറ്റവാളികളും ഹൈസ്കൂൾ പഠനം ഉപേക്ഷിച്ച് ചിൻപിറ എന്ന പേരിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ ഏർപ്പെട്ടു. ടോക്കിയോയിലെ അഡാച്ചിയിലുള്ള മിനാറ്റോയുടെ കുടുംബ വീട് അവർ ഒരു ഹാങ് ഔട്ടായി ഉപയോഗിക്കാൻ തുടങ്ങി. ഒക്ടോബറിൽ തുടങ്ങി മോഷണം, ആക്രമണം, ബലാത്സംഗം എന്നിവയുൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങളിൽ അവർ ഏർപ്പെട്ടു. നവംബർ 8 അഡാച്ചിയിൽ 19 വയസ്സുള്ള ഒരു സ്ത്രീയെ സംഘം തട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ഒരു ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ഡിസംബർ 27 ഫുറൂട്ടയുടെ തടവിൽ അഡാച്ചിയിൽ 19 വയസ്സുള്ള മറ്റൊരു സ്ത്രീയെ സംഘം തട്ടിക്കൊണ്ടുപോയി അവിടെയുള്ള ഒരു മോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. 1988 നവംബർ 25 വൈകുന്നേരം മിയാനോയും മിനാറ്റോയും മിസാറ്റോയെ മോട്ടോർ സൈക്കിളുകളിൽ ചുറ്റി സഞ്ചരിച്ച് നാട്ടുകാരായ സ്ത്രീകളെ കൊള്ളയടിക്കാനും ബലാത്സംഗം ചെയ്യാനും ശ്രമിച്ചു. പാർട്ട് ടൈം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഫുറൂട്ടയെ അവർ കണ്ടു. മിയാനോയുടെ കൽപ്പന പ്രകാരം മിനാറ്റോ ഫുറൂട്ടയെ സൈക്കിളിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഓടി രക്ഷപ്പെട്ടു. യാദൃശ്ചികമായി ആക്രമണം കണ്ടതായി നടിച്ച് മിയാനോ ഫുറൂട്ടയെ സമീപിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വാഗ്ദാനം ചെയ്തു. കൂടുതൽ വിശ്വാസം നേടിയ ശേഷം മിയാനോ ഫുറൂട്ടയെ അടുത്തുള്ള ഒരു വെയർഹൌസിലേക്ക് കൊണ്ടുപോയി. താൻ ഒരു യാക്കൂസ അംഗമാണെന്നും അവർ തന്റെ കൽപ്പനകൾ പാലിച്ചാൽ മാത്രമേ അവളെ വെറുതെ വിടൂ എന്നും പറഞ്ഞു. ആ രാത്രിയിൽ മിയാനോ ഫുറൂട്ടയെ ടാക്സിയിൽ അഡാച്ചിയിലെ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾ അവളെ ബലാത്സംഗം ചെയ്തു. പിന്നീട് അയാൾ മിനാറ്റോയുടെ വീട്ടിലേക്ക് വിളിച്ച് ബലാത്സംഗത്തെക്കുറിച്ച് ഒഗുറയോട് വീമ്പിളക്കി. അതിനുശേഷം ഒഗുറ ഫുറൂട്ടയെ പോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. നവംബർ 26 അതിരാവിലെ മിയാനോ ഫുറൂട്ടയെ ഹോട്ടലിനടുത്തുള്ള ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒഗുറയും മിനാറ്റോയും വടനബയും കാത്തിരുന്നു. അവൾ അവിടെയാണ് താമസിക്കുന്നതെന്ന് തങ്ങൾക്കറിയാമെന്നും
അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ യാക്കൂസ അവളുടെ കുടുംബത്തെ കൊല്ലുമെന്നും അവർ അവളോട് പറഞ്ഞു. കൂട്ടബലാത്സംഗം ചെയ്യുന്നതിനായി അഡാച്ചിയിലെ തന്റെ വീടിന്റെ 2ാം നിലയിലെ ഒരു മുറിയിൽ ഫുറൂട്ടയെ ഒതുക്കാൻ മിനാറ്റോ സമ്മതിച്ചു. ഫുറൂട്ടയെ ആകെ 40 ദിവസം തടവിലാക്കി. നവംബർ 27-ന് ഫുറൂട്ടയുടെ മാതാപിതാക്കൾ അവളുടെ തിരോധാനത്തെക്കുറിച്ച് പോലീസിനെ ബന്ധപ്പെട്ടു. കൂടുതൽ അന്വേഷണത്തെ നിരുത്സാഹപ്പെടുത്താൻ തട്ടിക്കൊണ്ടുപോയവർ ഫുറൂട്ടയെ അവളുടെ അമ്മയെ 3 തവണ വിളിക്കാൻ നിർബന്ധിച്ചു. അവൾ ഓടിപ്പോയി, പക്ഷേ സുരക്ഷിതയാണെന്നും സുഹൃത്തുക്കളോടൊപ്പമാണ് താമസിക്കുന്നതെന്നും ബോധ്യപ്പെടുത്തി. മിനാറ്റോയുടെ മാതാപിതാക്കൾ അവളെ തടവിലാക്കിയ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ ഫുറൂട്ടയെ അവന്റെ കാമുകിയായി അഭിനയിക്കാൻ നിർബന്ധിച്ചു. മിനാറ്റോയുടെ മാതാപിതാക്കൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമായപ്പോൾ സംഘം ഈ ഭാവം ഉപേക്ഷിച്ചു. തങ്ങളോട് കൂടുതൽ അക്രമാസക്തനായ മകനെ ഭയന്നാണ് അവർ ഇടപെട്ടില്ലെന്ന് മാതാപിതാക്കൾ പിന്നീട് അവകാശപ്പെട്ടിരുന്നു. കേരളത്തിൽ നടക്കുന്ന കൊലപാതക പരമ്പരകൾ. ലഹരി വിഴുങ്ങുന്ന കേരളം. കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയും നടക്കുന്ന ലൈംഗിക ആക്രമണങ്ങൾ. എന്നിങ്ങനെ നീളുന്നു കേരളത്തിന്റെ ദയനീയ അവസ്ഥ. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച കൊലപാതക പരമ്പരകൾ. 1968-ലെ മരിയക്കുട്ടി കൊലക്കേസ്, 1980-ലെ കരിക്കിൻവില്ല കൊലപാതകം, സുകുമാരക്കുറുപ്പ്, 2011-ലെ സൗമ്യ വധക്കേസ്, കൊല്ലം അഞ്ചൽ വധക്കേസ്, 2016-ൽ കൂടത്തായി കൊലപാതകം, 2022-ലെ പാറശാല ഷാരോൺ വധക്കേസ്, 2020-ൽ പാലത്തായി കേസ്, 2022-ലെ ഇലന്തൂർ നരബലി, തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നടന്ന കൂട്ടക്കുരുതി, കാലടി കൂടത്തിൽ വീട്ടിൽ നടന്ന ദുരൂഹ മരണങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കൈമനത്ത് നടന്ന ഒരു യുവാവിന്റെ കൊലപാതകം. എത്ര തന്നെ മൂടിവെച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടി തെളിവുകൾ പുറത്തുവരും. ഞങ്ങൾ ആരംഭിക്കുന്നു ദ റിയൽ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ സ്റ്റോറി.